എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമസ്ത ലേണിംഗ് സംഘടിപ്പിക്കുന്ന തിരുനബി ഫെസ്റ്റിവൽ ഓഫ് ലവ് എന്ന പരിപാടിയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. പ്രവാചക ജീവിതം നമുക്കറിയാം, ലോകത്തിന് സമ്മാനിച്ച വലിയ മാതൃകയാണ് മുഹമ്മദ് നബി തിരുമേനിയുടെ ജീവിതം. ഒരു പ്രത്യേക മതത്തിൻ്റെ അതിരുകളിൽ ഒതുങ്ങുന്നതല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം. പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോൾ ലോകത്തിന് നൽകിയ സന്ദേശം മനുഷ്യകുലത്തിന് മുഴുവൻ പ്രതീക്ഷയും ആത്മവിശ്വാസവും നൽകുന്നതാണ്. നബി തിരുമേനിയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം സ്നേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരുതലാണ്. സ്നേഹം, കരുണ, സഹാനുഭൂതി, സഹിഷ്ണുത ഇവയൊക്കെ നബി തിരുമേനിയുടെ ജീവിത മൂല്യങ്ങളായിരുന്നു. ഇത് മതം, ജാതി, ദേശം എന്നീ വ്യത്യാസങ്ങളൊന്നും കൂടാതെ ലോകത്തിലേക്ക് പകർത്തുവാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കഴിഞ്ഞു. മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും വലിയ ശക്തി സ്നേഹം മാത്രമാണെന്ന് പ്രവാചകൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പാവപ്പെട്ടവർക്കും എന്തിന് ശത്രുക്കൾക്ക് വരെ അദ്ദേഹം കാരുണ്യത്തിൻ്റെ തണുപ്പും തണലും നൽകി. ലോകചരിത്രത്തിൽ നബി തിരുമേനി അവതരിപ്പിച്ച കരുണയുടെ മാതൃകയും സ്നേഹത്തിൻ്റെ ഉദാത്തതയും അദ്ദേഹത്തെ വ്യത്യസ്തനായ പ്രവാചകനാക്കി മാറ്റി. കരുണാവാൻ നബി മുത്തുരത്നമെന്ന് ശ്രീനാരായണ ഗുരുവരെ തൻ്റെ കവിതയിലൊരിടത്ത് അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട്. പ്രവാചകൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. മതാതീതമായ പവിത്ര മനസ്സോടെയാണ് ഗുരു പ്രവാചകൻ്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നത്. വെറുപ്പിൻ്റെ ഭാഷയെ സ്നേഹത്തിൻ്റെ ഭാഷയാക്കി മാറ്റാനുള്ള സഹിഷ്ണുതയുടെ മറ്റൊരു പേരാണ് മുഹമ്മദ് നബി തിരുമേനി. ഇന്നത്തെ ലോകത്തിന് അത്യന്തം പ്രയോജനകരമായ ഒട്ടനവധി പാഠങ്ങൾ നബി തിരുമേനി നൽകി. മനുഷ്യരുടെ സൗഹൃദം, ഐക്യം, പരസ്പര ബഹുമാനം ഇവയൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ വലിയ സ്ഥാനം നൽകിയ കാര്യങ്ങളാണ്. മനുഷ്യനെ മനുഷ്യനായി കാണുക, ലോകത്തെ സ്നേഹത്തിൻ്റെ വീടാക്കി മാറ്റുക നബി തിരുമേനിയുടെ ഏറ്റവും വലിയ അഭിലാഷത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സന്ദേശം. പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവും നിയന്താവും ആരാധ്യനും ഏകനായ ദൈവം മാത്രമാണെന്ന് അവന് പങ്കാളികളില്ലെന്നും നബി തിരുമേനി പ്രഖ്യാപിച്ചു. മനുഷ്യരെല്ലാം ഒരേ പിതാവിൽ നിന്നുള്ളവരാണെന്നും ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ വർഗം, വർണ്ണം, ദേശം എന്നിവയുടെ പേരിൽ ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ലെന്നും അദ്ദേഹം പഠിപ്പിച്ചു. സത്സ്വഭാവത്തിനാണ് ഇസ്ലാമിൽ വലിയ പ്രാധാന്യം അദ്ദേഹം നൽകിയത്. നിങ്ങളിൽ ഉത്തമൻ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സത്യസന്ധത, വിശ്വസ്തത, ദയ, വിട്ടുവീഴ്ച, നീതി തുടങ്ങിയ ഉന്നതമായ ധാർമ്മിക നിലപാടുകൾ ജീവിതത്തിൽ പാലിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അശരണർ, അനാഥർ, ദരിദ്രർ, അയൽക്കാർ തുടങ്ങിയവരോട് കരുണയും ദയയും കാണിക്കണമെന്നും സാമൂഹിക നീതി ഉറപ്പാക്കണമെന്നും പ്രവാചകൻ ഊന്നിപ്പറഞ്ഞു. തിന്മയെ ഏറ്റവും നല്ല മാർഗം കൊണ്ട് പ്രതിരോധിക്കാനും സമാധാനപരമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുവാനും അദ്ദേഹം ഉപദേശിച്ചു. സത്യമൊന്നാണ്, അതിലേക്ക് നയിക്കുന്ന വഴികൾ പലതാണ്. ഈ മഹാതത്വം ലോകത്തിന് പ്രകാശിതമാക്കിയ പ്രകാശ ഗോപുരമാണ് മുഹമ്മദ് നബി തിരുമേനി. കേവലം ഒരു മതത്തിൻ്റെ അതിർവരമ്പുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന വ്യക്തിത്വമല്ല അദ്ദേഹം. മനുഷ്യരാശിയുടെ മുഴുവൻ ധർമ്മബോധത്തിൻ്റെയും പ്രതീകമാണ്. അഹിംസയുടെയും ക്ഷമയുടെയും ഉദാത്തമായ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ദർശനം. കല്ലെറിഞ്ഞവരോടും നിന്ദിച്ചവരോടും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവരോടും അദ്ദേഹം പ്രതികാരം ചെയ്യുവാൻ തുനിഞ്ഞില്ല. പകരം അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചു. മറ്റൊരാളുടെ ദുരിതത്തിൽ സന്തോഷിക്കുന്ന മനസ്സല്ല, എല്ലാവർക്കും മോചനം നൽകുന്ന സർവഭൂത ദയയുള്ളവനാണ് നബി തിരുമേനി. മതത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്ന ഈ കാലത്ത് മതവിശ്വാസികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് സാമൂഹിക ഐക്യം സ്ഥാപിച്ച പ്രവാചക ദർശനം എല്ലാവർക്കും മാതൃകയാണ്. മനുഷ്യനാണ് പ്രധാനം, അവൻ്റെ വിശ്വാസമല്ല എന്ന വിശ്വമാനവിക സന്ദേശമായിരുന്നു അത്. സ്നേഹത്തിൻ്റെയും നീതിയുടെയും താക്കോൽ നബി തിരുമേനിയുടെ ജീവിതത്തിലെ ഓരോ വാക്കും പ്രവൃത്തിയുമായിരുന്നു. ഭരണാധികാരി, സൈന്യാധിപൻ, ഗുരു, ഭർത്താവ്, പിതാവ് എന്നീ നിലകളിൽ എല്ലാം അദ്ദേഹം കാണിച്ചു തന്നത് ധർമ്മബോധമാണ്. നീതി നടപ്പാക്കുമ്പോൾ സ്വന്തം മകളാണ് കുറ്റവാളിയെങ്കിൽ പോലും ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധർമ്മം വ്യക്തിബന്ധങ്ങൾക്കപ്പുറമാണ് എന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവിധ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം.